എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിതാ ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. കോളിഫ്ലവർ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാനും പറ്റും. അതുമാത്രമല്ല, നമ്മൾ പുരട്ടി എടുക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ആക്കി നോക്കിക്കോളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനൊരു അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കോളിഫ്ലവറാണ്. എന്നാലും ഞാനതൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് വെള്ളത്തിനകത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കാനായിട്ടാണ്. എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കോളിഫ്ലവർ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് കോളിഫ്ലവർ മാത്രമായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അത് ചതച്ചെടുക്കരുത്, നമ്മളിതുപോലെ അരച്ച് പേസ്റ്റായിട്ട് എടുക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചെടുത്തോളൂ. പിന്നെ 3/4 സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയും നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടി ആയതുകൊണ്ട് നല്ല കളറുണ്ട്. നിങ്ങളുടെ കയ്യിൽ കളറില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തോളൂ. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ആ ഒരു ഫ്രൈഡ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീര് നിങ്ങളുടെ കയ്യിൽ ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും നമ്മൾ വെള്ളം ചേർത്ത് ഇത് കുഴയ്ക്കാനുള്ളതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. 1 സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസൊക്കെ സ്കിപ്പ് ചെയ്യല്ലേ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇത്രയും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, ടേസ്റ്റ് കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ പൊടിയാണ്. അപ്പം ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഫ്ലവർ പൊടിയൊന്നും എല്ലാവരുടെയും വീട്ടിലെപ്പോഴും ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലേ. അപ്പം നിങ്ങൾ അതിനൊന്നും വിഷമിക്കേണ്ട. കുറച്ച് മൈദയുടെ പൊടി എടുത്തോളൂ. മൈദപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു നനവും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത നമ്മുടെ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, അതിൻ്റെ നനവും കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സായി നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം, കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നന്നേ ബുദ്ധിമുട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നുമ്പോൾ ഇങ്ങനെ എന്താ പറയുക തൊട്ട് പോവും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോളിഫ്ലവർ ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. നമ്മൾ ആദ്യമാണല്ലോ ഉപ്പ് വെന്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് കേട്ടോ, പെട്ടെന്ന് കയറി വെള്ളമൊന്നും ഒഴിച്ചേക്കരുത്, ആകെ ലൂസായി പോവും. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുപോലെ ഒരു തവി ഉപയോഗിച്ചോ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ വെന്തതായതുകൊണ്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ വെള്ളം ചേർക്കുന്നതും കറക്റ്റായിട്ടുള്ള ഒരളവിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്തോളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോളിഫ്ലവർ വെന്തതായതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട് നന്നായിട്ട് അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഓയിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തിളയ്ക്കാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പം ഒന്ന് നീക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒന്നൊന്നിൻ്റെ മുകളിൽ ഇല്ലാതെ. ഞാനിപ്പോൾ ഒരു വളരെ ചെറിയ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്, കാരണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് ഫുള്ളായിട്ട് അങ്ങ് കഴിക്കും. അതുകൊണ്ട് ഞാനൊരു ചെറുതേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. കുട്ടികളുള്ള വീട്ടിലൊക്കെ ഒന്നൊന്നും മതിയാവില്ല കേട്ടോ, പിള്ളേരൊക്കെ നന്നായിട്ട് ഇത് കഴിച്ചോളും. പക്ഷെ നമ്മൾ ശരിക്കും പറയും കുട്ടികളാണ് ഇത് നന്നായി കഴിക്കണേന്ന്. നമ്മൾ വലിയവരും കോളിഫ്ലവർ ഫ്രൈ ഒന്നും നമ്മളും വിടില്ല, നന്നായിട്ട് തന്നെ നമ്മളും കഴിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക കേട്ടോ, കാരണം അതൊന്നും പിടിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിലൊക്കെ വേണ്ടി വരും ഇതിന് ഫ്രൈ ചെയ്ത്. കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ. കുറച്ച് ഓയിലൊക്കെ അകത്ത് ചെന്നാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടുകടകളിൽ മാത്രമല്ല കേട്ടോ ഈ കോളിഫ്ലവർ ഇതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടുക. നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ അല്ലേ, ഫുഡിൻ്റെ ഒരു സൈഡിലുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ കോളിഫ്ലവർ ഫ്രൈ ആണ്. നമ്മൾ വാങ്ങി കഴിക്കുന്നതും ഇത് തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിലും ഉണ്ടാക്കി ഇതുപോലെ നന്നായിട്ട് കഴിക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കണം. ആ കറിവേപ്പിലയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ, എങ്കിലാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ കിലുക്കിലാന്ന് കിട്ടണം. അപ്പോഴാണ് നമ്മൾക്കത് കറുമുറാന്ന് കടിച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. വെറുതെ കഴിക്കാം ഇത്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊന്നും മാത്രമല്ല, നമ്മൾക്ക് ഈ കോളിഫ്ലവർ ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്